ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് സാരി, ട്രഡീഷണൽ സാരി വെച്ചിട്ടുള്ള ഒരു സ്കർട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ സാധാരണ പട്ടുപാവാട. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ അതുപോലെ തന്നെ ഷോള്, സ്കർട്ട് വരുന്ന ഒരു ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ഹാഫ് സാരി പോലെ അങ്ങനത്തേതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്കർട്ട് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിറയെ പ്ലീറ്റ് വരുന്ന മോഡലാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫുൾ സെറ്റായിട്ട് ഇതിലിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഓരോന്നായിട്ടും പ്രത്യേകിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സാരിയുടെ ഇതിന് ഇപ്പോൾ 4 മീറ്റർ നമുക്ക് പാവാടയ്ക്ക് എടുത്തിട്ട് ബാക്കി 2 മീറ്റർ നമുക്ക് ഇതിന് ഷോളിന് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിലിപ്പോൾ 5 മീറ്റർ ഞാനിതിൽ സ്കർട്ടിൻ്റെ പാർട്ടിനായിട്ട് എടുക്കുകയാണ്. നോർമലി ഒരു പാവാട, സാധാരണ പട്ടുപാവാടയ്ക്ക് ഒരു 2.5-3 മീറ്ററൊക്കെ കിട്ടും, നന്നായിട്ട് പ്ലീറ്റ് കിട്ടും. അതിൽ നിന്നും കൂടുതലായിട്ട് പ്ലീറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നത്. ഇതിൽ ഈ ബോർഡറിൻ്റെ ഈ ഭാഗം, ഇത് മുന്താണിയുടെ ഭാഗമാണ്. ഇതിൽ ഈ ഒരു ബോർഡർ നമുക്കത് മുറിച്ച് മാറ്റാം. ഇനി നമ്മൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഞാനിതിലിപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് എത്രയാണോ ആവശ്യം, അവർക്കിപ്പോൾ ഞാനിതിൽ 37 ആവശ്യം. അപ്പോൾ 37 തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഹീലുള്ള ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് നമുക്ക് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് 37 മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ എത്രയാണോ ആവശ്യം അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് ഇട്ട് തന്നെ കണക്കാക്കുക. അപ്പോൾ ഞാനിതിൽ 39 എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 37 നമുക്ക് അതിൽ 2 ഇഞ്ച് നമ്മൾ ബെൽറ്റിൻ്റെ ഇതിന് മാറ്റി വെച്ചിട്ട് ബാക്കി 37 ഇഞ്ച് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് നമുക്ക് ഈ രണ്ടും വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വേസ്റ്റിൻ്റെ ബെൽറ്റ് ഇടുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 24 എടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ 24ൻ്റെ 4 ഭാഗമാകുമ്പോൾ 6 6 + 1 ഇഞ്ച് ലൂസ് കൂടെ ചേർത്തിട്ട് 7 നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 7ൻ്റെ ബെൽറ്റാണ് നമുക്ക് ആവശ്യം. അതായത് 24 എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലൂസ് കൂടെ ചേർക്കുമ്പോൾ 28 28ൻ്റെ 4 ഭാഗമാകുമ്പം 7 7 × 4 28. അപ്പോൾ നമുക്ക് 7 നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 7ൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് എടുക്കണം. നമുക്ക് എന്നിട്ട് ഈ ബോർഡറാണ്, ഇതിൻ്റെ ബോർഡർ നമുക്ക് ഇത് മുറിച്ചെടുത്തില്ല, അത് തന്നെ നമുക്ക് എടുക്കാം. അതല്ല നോർമലി നമുക്ക് മറ്റേ ബോർഡർ, അതായത് ഇത് ബോർഡർ ഇല്ലാതെ പ്ലെയിനായിട്ടാണ് ബെൽറ്റ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തുണിയും അങ്ങനെ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിതിപ്പോൾ ബെൽറ്റിന് ഈ തുണിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ബോർഡർ നല്ല വശത്തുള്ള ഈ സൈഡിൽ നിന്ന് ഇവിടെയാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1 ഇഞ്ച് മാറ്റിയതിന് ശേഷം അവിടെ നിന്നും ഒരു 2 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് പ്ലീറ്റ് ആദ്യം ഒന്ന് എടുത്തു കൊടുക്കാം. ഒന്നുകിൽ അത് പിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മെഷീനിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ നിർത്തുക. അപ്പോൾ നമുക്ക് അതിന് ശേഷം അവിടെ നിന്ന് അടുത്തത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് ഇവിടെ ഈ പ്ലീറ്റിൻ്റെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഈ പ്ലീറ്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ചും അതുപോലെ ആ 2 ഇഞ്ച് എടുത്ത അതേ മാർക്കിങ്ങിൽ നിന്നും 5 ഇഞ്ചും അങ്ങനെ കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ ഈ 5 ഇഞ്ച് അകത്തോട്ട് ഇങ്ങനെ വെച്ച് ആദ്യത്തെ ആ പ്ലീറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇനി ബാക്കി സ്റ്റിച്ചൊക്കെ ബാക്കി പ്ലീറ്റ് പിടിക്കുന്നതൊക്കെ 2 ഇഞ്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് 5 ഇഞ്ച് അങ്ങനെ. അതായത് ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ 2 ഇഞ്ചിൻ്റെ അവിടെ പിടിച്ചിട്ട് ഈ 5 ഇഞ്ച് ഈ മാർക്കിംഗ് വരുന്നത് അകത്തോട്ട് നമ്മൾ നിർത്തുക. അങ്ങ് എവിടെയാണോ അതിൻ്റെ ഇത് എത്തുന്നത് ആ ഭാഗത്ത്. അപ്പം നല്ല പ്ലീറ്റ് അത്രയും തുണി അകത്തോട്ട് കയറിയിട്ട് പ്ലീറ്റിൻ്റെ താഴെ എൻഡിലെ ഭാഗം, ബോർഡറിൻ്റെ ഭാഗം വരുമ്പോൾ നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോൾ ഇത് സൂചി ഇവിടെ ആദ്യത്തെ പ്ലീറ്റിൻ്റെ അവിടെയാണ് താഴ്ത്തി നിർത്തേണ്ടത്. അതിന് ശേഷം നമുക്ക് അടുത്ത പ്ലീറ്റ് പിടിച്ച് അകത്തോട്ട് വെച്ചാലേ ഫോൾഡിങ് ഒരുപാട്
കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പ്ലീറ്റ് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എടുത്ത് നിർത്തിയ ഈ പ്ലീറ്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് കൊടുക്കുക. അവിടെ നിന്ന് ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച്. ഈ 5 ഇഞ്ച് തുണി നമുക്ക് ഫോൾഡ് ചെയ്ത് അകത്ത് പോകുന്ന പീസാണ്. അപ്പോൾ നമുക്ക് ഇതെടുക്കുക. ഇനി ഈ 5ൻ്റെ മാർക്ക് എവിടെ വരുന്നോ ആ ഭാഗമാണ് നമ്മളിതുപോലെ ഈ ഒരു സൂചി ഇതുപോലെ വെച്ചിട്ട് ഈ 5ൻ്റെ ഈ മാർക്കിങ് നമ്മളെടുത്ത് സൂചി നിർത്തിയിരിക്കുന്ന നമ്മുടെ മെഷീനിലെ സൂചി നിർത്തിയിരിക്കുന്ന പ്രഷർ ഫുഡർ ഉയർത്തിയിട്ട് സൂചി താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം വരെ എത്തുന്ന ഭാഗത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ പ്ലീറ്റും പുതിയത് പിടിക്കുന്നതിന് മുമ്പ് 2 പ്ലീറ്റിൻ്റെ ബാക്കിലാണ് സൂചി നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ 2 പ്ലീറ്റിൻ്റെ ബാക്കിലായിട്ട് സൂചി നിർത്തുക. അതിന് ശേഷം നമ്മൾ അടുത്ത പുതിയ പ്ലീറ്റ് പിടിക്കുക, അകത്തോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വേണം ചെയ്യേണ്ടത്. ആദ്യം എടുത്ത പ്ലീറ്റ്സിന് മാത്രമേ ഉള്ളൂ 2 ഇഞ്ച് കൊടുത്ത് അകത്തോട്ടും 2 ഇഞ്ച് മാത്രം എടുത്തത്. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ 2 ഇഞ്ച് 5 ഇഞ്ച് ഗ്യാപ്പ് അങ്ങനെ തന്നെ ചെയ്ത് എടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ള ഇനി അതിന് നമുക്ക് ഈ 1 ഇഞ്ച് ഇതിലെ വേസ്റ്റ് നോക്കണമല്ലോ. വേസ്റ്റ് നോക്കാനായിട്ട് 1 ഇഞ്ച് മാറ്റിയിട്ട് തയ്യൽ തുമ്പാണ്. ആ 1 ഇഞ്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ബാക്കി വേസ്റ്റ് റൗണ്ട് 28 കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പ്ലീറ്റ് നമ്മൾ എടുക്കുന്നതിനിടയിൽ നമ്മൾ ചെക്ക് ചെയ്തോളുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്ലീറ്റ് എത്തുമ്പോൾ നമുക്ക് നിർത്താം. ഇതിപ്പോൾ ഇവിടെ എടുത്തു ഇതിലിപ്പോൾ കറക്റ്റായിട്ട് 28ൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 28 ഇഞ്ച് കറക്റ്റായിട്ട് എടുത്തിട്ട് ബാക്കി വരുന്ന ഒരു ശകലമുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിൽ കണ്ടല്ലോ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഒന്നുകൂടെ എടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ കറക്റ്റായി. ഇനി ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇനി ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഈ തുണിയുടെ 4 ഇഞ്ച് വീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ലെങ്ത് വന്നിട്ട് 28 വേസ്റ്റിൻ്റെക്കാളും ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബെൽറ്റ് അടിക്കുന്നതിനായിട്ട് തുണിയുടെ നല്ല വശവും ബോർഡറിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ കര വരുന്ന ഭാഗമാണ് വെച്ചത്. അപ്പോൾ ഇതിൽ ഒരു 4 ഇഞ്ച് പ്രഷർ ഫുട്ടർ വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമ്മുടെ മുകളിലെ ഭാഗവും കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത് തന്നെ വയ്ക്കുക. ചിലപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് മുകളിലത്തെ പാർട്ടിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് പോകും, ബാക്കിലത്തെ പ്ലീറ്റ് ചിലപ്പോൾ മടങ്ങിപ്പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലെ ഈ ഭാഗം ബെൽറ്റിൻ്റെ ഭാഗത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് 3 ഇഞ്ച് നമുക്ക് താഴോട്ട് ഓപ്പൺ കൊടുക്കുന്നതിന് വേണ്ടി മാർക്ക് ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡിൽ ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം ചെറിയൊരു ഫോൾഡ് ചെറുതായിട്ട് ഒരു 4 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെച്ച് തയ്ക്കുന്നതാവും എളുപ്പം. ഇപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇതിങ്ങനെ ഈ ഫോൾഡ് ചെയ്ത് ബെൽറ്റിൻ്റെ ഭാഗം മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പിൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമേ തയ്ക്കാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മളത് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഇത് തയ്ച്ചിട്ടില്ല, ഇതിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇവിടെ പിൻ ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. ഇപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ കറക്റ്റ് അത് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മടക്കി ഇത് ഫുള്ളും ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇനി തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ സൈഡിൽ നോക്കിയിട്ട് വേണം തയ്ക്കേണ്ടത്. ഈ ബാക്കിൽ നമ്മൾ പിൻ ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എൻഡ് ഭാഗത്ത് അതിൻ്റെ ബോർഡറിൻ്റെ അറ്റത്തായിട്ട് തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതല്ലാതെ നമ്മൾ ബാക്കിൽ നോക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ടിലത്തെ
ഫിനിഷിങ് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നീങ്ങിയൊന്നും പോവാതിരിക്കാനാണ് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. നമുക്കിതുപോലെ ഈ എൻഡിൽ തന്നെ വരണം. പക്ഷേ ബാക്കിലത്തെ ആ പീസിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴുകയും വേണം. അത് നോക്കി കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് തൊട്ടടുത്തായിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു 1/4 ഇഞ്ച് രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് മുകളിലത്തെ ബെൽറ്റിൻ്റെ അവിടെ മുതൽ താഴെ വരെ ഒരു 4 ഇഞ്ച് എടുത്ത് നമുക്കൊരു ഓപ്പൺ കൊടുത്തിട്ട് അവിടെ മുതൽ കെട്ടിട്ടിട്ട് വേണം സൈഡ് ജോയിൻ. അപ്പോൾ ഇത്രയാണ് സ്കർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.